യേശുവിൽ സ്നേഹമുള്ളവരെ, ഏവർക്കും വചനയാത്രയിലേക്ക് സ്വാഗതം. അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും പുറകെ പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. സാക്ഷികളും സാക്ഷിമൊഴികളുമാണ് പ്രധാനപ്പെട്ടത്. കാണുന്നതിനപ്പുറം ഒന്നുമില്ല എന്ന് കരുതുന്നവരാണ് നമ്മളിൽ അധികം പേരും. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, മനുഷ്യകുലത്തോളം പഴക്കമുണ്ടതിന്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശുവിൻ്റെ പ്രവർത്തനങ്ങളും പഠനങ്ങളും കണ്ട് അതിൽ വിശ്വസിക്കുന്നതിന് പകരം സ്വർഗത്തിൽ നിന്ന് ഒരടയാളം യേശുവിനോട് ആവശ്യപ്പെടുകയാണ് ഫരിസേയർ ചെയ്യുന്നത്. യേശുവിൻ്റെ കാലഘട്ടത്തിൽ എല്ലാ പ്രശ്നങ്ങളും തർക്കങ്ങളിലൂടെയാണ് തീർത്തിരുന്നത്. അതുകൊണ്ടാണ് നിയമജ്ഞരും ഫരിസേയരും ഹെറോദോസ് പക്ഷക്കാരുമെല്ലാം യേശുവിൻ്റെ അടുക്കൽ തർക്കിക്കുന്നതായി നാം കാണുന്നത്. ഇന്നും ഫരിസേയർ യേശുവിൻ്റെ അടുക്കൽ വന്ന് തർക്കിക്കുകയാണ്. അവർ അവനെ പരീക്ഷിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഒരടയാളം ആവശ്യപ്പെടുന്നു. എന്നാൽ മറ്റ് ഒരവസരത്തിലും ഇല്ലാത്ത ഒരു മറുപടിയാണ് യേശുവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. തന്നോട് തർക്കിക്കാൻ വരുന്ന എല്ലാവർക്കും ഉചിതമായ മറുപടി കൊടുക്കുന്ന യേശു ഇവിടെ ഈ തലമുറയ്ക്ക് അടയാളം നൽകുകയില്ല എന്നാണ് പറയുന്നത്. ഈ വചനഭാഗത്ത് പ്രധാനമായും 3 കാര്യങ്ങൾ നാം മനസ്സിലാക്കണം. ഒന്ന്, ഇവിടെ ഫരിസേയരാണ് യേശുവിനോട് തർക്കിച്ച് അടയാളം ആവശ്യപ്പെടുന്നത്. തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരാണ് ഫരിസേയർ. അവരുടെ ചോദ്യം യഥാർത്ഥത്തിൽ ഉത്തരം ലഭിക്കുകയായിരുന്നില്ല, എങ്ങനെയെങ്കിലും യേശുവിനെ തർക്കത്തിൽ തോൽപ്പിക്കുക എന്നതായിരുന്നു. അതുകൊണ്ടാണ് അവർ സ്വർഗത്തിൽ നിന്ന് ഒരടയാളം ആവശ്യപ്പെടുന്നതും യേശു അവർക്ക് അടയാളം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത്. 2, യേശുവിൻ്റെ പ്രവർത്തനങ്ങളെയും അത്ഭുതങ്ങളെയും അംഗീകരിക്കാത്തവർക്ക് സ്വർഗത്തിൽ നിന്ന് അടയാളം നൽകിയാലും അത് സ്വീകരിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് മറ്റ് സമാന്തര സുവിശേഷങ്ങളിൽ യേശു പറയുന്നത്, ഈ തലമുറ അടയാളം ആവശ്യപ്പെടുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ് എന്ന്. വീണ്ടും അവിടുന്ന് തുടരുന്നു, യോനാ പ്രവാചകൻ്റെ അടയാളമല്ലാതെ മറ്റൊന്നും ഈ തലമുറയ്ക്ക് നൽകുകയില്ല. യോന 3 ദിനരാത്രങ്ങൾ മത്സ്യത്തിൻ്റെ ഉള്ളിൽ കഴിഞ്ഞതുപോലെ മനുഷ്യപുത്രൻ 3 ദിവസം ഭൂമിക്കടിയിലായിരിക്കും. ഇവിടെയും യേശു വെളിപ്പെടുത്തുന്നത് താൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അടയാളമാണ് എന്നാണ്. അതുകൊണ്ടാണ് യേശു പീലിപ്പോസിനോട് ചോദിക്കുന്നത്, ഈ കാലമത്രയും ഞാൻ നിൻ്റോട് കൂടെ ഉണ്ടായിരുന്നിട്ടും പീലിപ്പോസെ നീ എന്നെ അറിഞ്ഞില്ലേ എന്ന്. അവസാനമായി ഈ വചനഭാഗം നമുക്ക് ഒരു പാഠമായിട്ടാണ് നൽകുന്നത്. ഞാനും നിങ്ങളുമെല്ലാം ഇന്ന് അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും പിന്നാലെയാണ്. വിശുദ്ധ കുർബാനയിലൂടെയും ദൈവവചനത്തിലൂടെയും നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന സജീവനായ ദൈവപുത്രനേക്കാൾ ഉപരി നമ്മൾ പായുന്നത് അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും രോഗശാന്തികളുടെയും പിന്നാലെയാണ്. അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തിയുമെല്ലാം സാധ്യമാക്കുന്നത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന സജീവ ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെയാണ് എന്ന് നാം വിശ്വസിക്കണം. യേശുക്രിസ്തുവിലുള്ള യഥാർത്ഥ വിശ്വാസമാണ് നമ്മെ അടയാളങ്ങളിലേക്കും അത്ഭുതങ്ങളിലേക്കും നയിക്കേണ്ടത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുന്ന ദാനമാണ് സ്വർഗത്തിൽ നിന്നുള്ള അടയാളം എന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെ തൻ്റെ ഏകജാതനിൽ വിശ്വസിക്കുമ്പോൾ നാം യേശുക്രിസ്തുവിൻ്റെ അടയാളങ്ങളായിട്ട് മാറും. അതിനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.